മൂന്നാർ ടൗണിലെ തിരക്ക് നിയന്ത്രിക്കാൻ ഫലവത്തായ ഇടപെടൽ ഉണ്ടാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തം. സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാകാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന ആക്ഷേപമുയരുന്നു. വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമില്ല. ടൗണിൽ കുരുക്കും മുറുകുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ്. സീസൺ ആരംഭിച്ച സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത്. വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയുമൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി ആവർത്തിക്കപ്പെടാൻ കാരണമെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. கான்ஸ்டபிள்ஸ் அதாவது இந்த டிராஃபிக் போலீஸ் வந்து ரொம்ப கம்மியாக இருக்காங்க இதில் வேலை செய்யறதுக்கு. அதனால் அந்த உத்தியோகஸ்தரை கூட்டணும். வர்ற கெஸ்ட்டுங்களுக்கு அதாவது மூணார் மேகலையை பொறுத்தளவில் கெஸ்ட்டு வந்தால் மட்டும்தான் இங்கே தொழில் பிஸ்னஸ் இருக்குது. ஆகவே இந்த டிராஃபிக் உள்ள அடிസ്ഥാനத்தில் எல்லா டிராஃபிக் போலீஸ்களை கூட்டி இந்த வரக்கூடிய கெஸ்ட்டுகளுக்கு இங்கே நமக்குள்ள பார்க்கிங் வசதிகள் வந்து ரொம்ப தீரக்குறைவாக இருக்குது. 90% அதை எங்கேயாவது சம்விதான பார்க்கிங்குள்ள வசதிகளை செய்து கொடுக்குமாறு வேண்டி டிரைவர்ஸ் കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ഏതാനും ദിവസങ്ങൾ മാത്രം പിന്തുടരുകയും പിന്നെയെല്ലാം പഴയ പടിയാവുകയും ചെയ്യുന്നതായാണ് ആരോപണം. വരാൻ പോകുന്നത് ശൈത്യകാലവും മധ്യവേനൽ അവധിക്കാലവുമാണ്. മൂന്നാറിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികളെത്തുന്ന സമയം. തീരുമാനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പിലാക്കിയില്ലെങ്കിൽ മൂന്നാർ ടൗണും പരിസരവും ഗതാഗതക്കുരുക്ക് മുറുകി വീർപ്പുമുട്ടുകയും വിനോദസഞ്ചാരത്തിന് തിരിച്ചടിയാവുകയും ചെയ്യും. ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ മൂന്നാർ.